അപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ കറിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഇവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് ബദാം ഉണ്ട്, കുറച്ച് കാഷ്യൂ നട്ട്സ് ഉണ്ട്, പിന്നെ ഇത് മഖാനി ലോട്ടസ് സീഡ്സ്, പിന്നെ കുറച്ച് കിസ്മിസ് ഉണ്ട്, ഉണക്കമുന്തിരി ഉണ്ട്, പിന്നെ നിലക്കടല ഞാനത് റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബഞ്ച് പാലക് ഉണ്ട്, അത് ഞാൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ടൊമാറ്റോ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്ത് ഇതൊന്ന് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് മാത്രം എടുക്കണം. ഇത് വിട്ട് കിസ്മിസ് വേണ്ട. ബാക്കി ഈ 4 സാധനങ്ങൾ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയിട്ടാണെങ്കിലും നമുക്ക് കല്ലിൽ വെച്ചാണെങ്കിലും പൊട്ടിച്ചെടുക്കാം. പിന്നെ വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 3 ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, മീഡിയം സൈസിലെ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, കറിവേപ്പിലയുണ്ട്, ഒരു 3 പച്ചമുളകുണ്ട്, കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി. ഇത്ര സാധനങ്ങളാണ് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് മസാലകൾ വേണം, അത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പറയാം. ആദ്യം നമുക്കിതിലോട്ട് കുറച്ച് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്ത് ഇതെല്ലാം ക്രഷ് ചെയ്യണം. ഇത് ഞാനിവിടെ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാലക്കുള്ളത്, പാലക്ക് ജസ്റ്റ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തേ ഉള്ളൂ. അപ്പം പിന്നെ തക്കാളിക്ക എടുത്ത് വെച്ചിരുന്നത് അതും സ്റ്റീം ചെയ്ത് പാലക്കിൻ്റെ കൂട്ടത്തിൽ തന്നെ വെച്ചാണ്. പിന്നെ അതിൻ്റെ സ്കിന്ന് ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി മിക്സറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. പിന്നെ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ഒരു കറിവേപ്പിലയും കൂടെ ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്നൊന്ന് ഉണ്ടാക്കാം. ഇവിടെ നമ്മളൊരു കടായി വെച്ചിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. നമുക്ക് ശകലം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിലോട്ട് കുറച്ച് പെരുംജീരകം കൂടി ഇട്ട് കൊടുക്കാം. അത് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും കരിവേപ്പിലയും ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വരണ്ട് വരട്ടെ. ഇത് പച്ചമുളകൊക്കെ വാങ്ങി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഉണ്ടല്ലോ അതൊന്ന് അടിച്ചുകൊണ്ട് വരണം. ഇവിടെ സ്കിന്നെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. ഉള്ളി നമ്മുടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് ക്രഷ്ഡ് മുളക് പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ഇതിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്യാം. ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി കിട്ടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ അല്ലേ അത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്യാം. ടൊമാറ്റോൻ്റെ പച്ചമണമൊക്കെയാണ്. പച്ചമണം ഓൾറെഡി ഞാനത് ബോയിൽ ചെയ്തത് കൊണ്ട് അത് കുറച്ച് മാറിയിട്ടുണ്ട്. എങ്കിൽ ഒരു 2 മിനിറ്റ്സ് നമുക്കതിനെ ഒന്ന് ഇത് ചെയ്യണം. ഇത് നമ്മുടെ ടൊമാറ്റോൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ സമയത്തിന് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം.
ഇത് ഈ മസാലയിൽ ഒരു 2 മിനിറ്റ്സ് നമുക്ക് അടച്ചു വെച്ചിട്ട് നമ്മൾ ഇതിനൊന്നും വേവിച്ചെടുക്കണം. അപ്പോൾ മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരണം. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റ്സ് അടച്ചു വെക്കാം. 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം ഇതിൽ നല്ലോണം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തിന് നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന പാലക്ക് ഇതിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിന്ന് ഞങ്ങൾ ഇവിടെ പൂരിയുടെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ചപ്പാത്തിയുടെ കൂട്ടത്തിലാണെങ്കിലും ചോറിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കഴിക്കാം. കുറച്ച് വെള്ളം കൂടെ തിളച്ച് വിട്ട് ഉപ്പ് നോക്കാം. ഉപ്പ് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയില്ലയോ, അപ്പോൾ എല്ലാവരോടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് കുറച്ച് ഗരം മസാല. അപ്പോൾ ഇതിനെ ഒന്ന് തിളച്ച് വെക്കണം. ഒന്ന് തിളക്കട്ടെ. ഇതാ നമ്മുടെ സബ്ജി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫൈനലി കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു സെർവിങ് ബോളിലോട്ട് നമുക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ട്രാൻസ്ഫർ ചെയ്യാമേ. ഇതാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.